പണ്ട് മുതൽ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ളത് വളരെ കാർക്കശ്യക്കാരനായ ദേഷ്യമുള്ള പൗരുഷത്തിൻ്റെ പ്രതീകമായ പോലീസുകാരെയാണ് നമ്മൾ പണ്ട് മുതൽ സിനിമകളിൽ കണ്ടിട്ടുള്ളത്. ഒരു കോമഡി പറയുന്ന അല്ലെങ്കിൽ ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു പോലീസുകാരനെ ഏതെങ്കിലും സിനിമയിൽ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഏത് സിനിമ നോക്കിയാലും, സിനിമയിലായാലും ജീവിതത്തിലായാലും പണ്ടൊക്കെ ആൾക്കാർ പറയുന്നത് പോലീസുകാരനാണെങ്കിൽ പെണ്ണ് പോലും കൊടുക്കരുത് എന്നാണ്. കാരണം അത്രമാത്രം ഉപദ്രവിക്കുകയും അത്രമാത്രം കാർക്കശ്യക്കാരനും എപ്പോഴും ദേഷ്യം വരുന്ന പ്രകൃതമുള്ളവരാണ് പോലീസുകാർ എന്നാണ് പണ്ട് മുതലേ ആൾക്കാർ പറഞ്ഞു വരുന്നത്. ഒരു തരത്തിൽ സിനിമകളിലൂടെയും എല്ലാം അത്തരത്തിലാണ് പുറത്തു വന്നിട്ടുള്ളതും. അതുപോലെ പണ്ട് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്കൊരു പേടി സ്വപ്നമായിരുന്നു. ഇന്നും കുറേ ആൾക്കാർക്കൊക്കെ അതുപോലൊക്കെ തന്നെയാണ്. എന്നാൽ അവരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ ലൈഫിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഫേസ് ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടായ അല്ലെങ്കിൽ വളരെ മാനസിക വിഷമം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും പോലീസുകാർ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കണ്ടിട്ടുണ്ടാവും. ഒരു പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പറയാൻ വേണ്ട, അയാൾക്ക് ജോലിക്ക് കയറി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അയാളുടെ മാനസികാവസ്ഥ മൊത്തത്തിൽ മാറും. അത്രമാത്രം സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ലൈഫാണ് ഈ പോലീസുകാരുടെ ലൈഫ് എന്ന് പറയുന്നത്. അവർക്കൊരു 9 to 5 ജോബോ അല്ലെങ്കിൽ 10 to 7 ജോബോ ഒന്നുമല്ല. അവർക്ക് അവരുടെ നമ്മുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് അവരുടെ വർക്ക് ടൈമും കാര്യങ്ങളും ഒക്കെ അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഷാഹി കബീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ, അദ്ദേഹം മുന്നേ ഒരു പോലീസുകാരനായിരുന്നു. അദ്ദേഹം എഴുതിയ പല തിരക്കഥകളും അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളും എല്ലാം പോലീസിനെ ബേസ് ചെയ്തിട്ടുള്ള കഥകളാണ്. എന്നാൽ പോലീസിൻ്റെ യഥാർത്ഥ പൗരുഷവും അല്ലെങ്കിൽ ഒരു ഹീറോയിക് ഇമേജും കാണിക്കുക എന്നതിലല്ലാതെ പോലീസുകാരുടെ യഥാർത്ഥ ഇമോഷൻസ് എന്താണെന്ന് പറയുന്ന സിനിമകളാണ് അദ്ദേഹം കൂടുതലും എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ആദ്യം എഴുതിയ തിരക്കഥ ജോസഫ് എന്ന് പറയുന്ന സിനിമയുടേതായിരുന്നു. ജോർജ് ജോർജ് പ്രധാന കഥാപാത്രമായിട്ട് വന്ന ജോസഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ വളരെ എൻഗേജിംഗ് ആയിട്ടെടുത്ത ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്യാവശ്യം നല്ല രീതിയിൽ ഹിറ്റായി ജോർജ് ജോർജിനെ ഒരു നല്ലൊരു നടനായിട്ട്, നല്ലൊരു നായക നടനായിട്ട് പ്രതിഷ്ഠിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ജോസഫ് എന്ന് പറയുന്നത്. അതിനുശേഷം വന്ന നായാട്ട്, അതിലും ജോർജ് ജോർജിൻ്റെ മറ്റൊരു പകർച്ചയാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ആ ഒരു പോലീസ് സ്റ്റോറിക്ക് മറ്റൊരു മുഖമാണ് അദ്ദേഹം കൊടുത്തത്. വേട്ടയാടപ്പെടുന്ന പോലീസുകാരാൽ വേട്ടയാടപ്പെടുന്ന പോലീസുകാർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അത്തരത്തിലുള്ള ആ ഒരു സിനിമ വന്നത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ് ഇപ്പോഴും എന്നെ ഹോണ്ട് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് പോലീസ് സ്റ്റോറീസ്, അല്ലെങ്കിൽ എന്നെ എപ്പോഴും ഹോണ്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് നായാട്ട് ആക്ച്വലി ഞാൻ കാണുന്നത്. കാരണം അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ അത്രമാത്രം ഹേർട്ട് ചെയ്യുന്നതും അത്രമാത്രം ഹോണ്ട് ചെയ്യുന്ന ഒരു സീനും സിറ്റുവേഷൻസും ഒക്കെയായിരുന്നു ആ ഒരു സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ സംവിധാനത്തിൽ വന്ന ഇലവീഴ പൂഞ്ചിറയുടെ ക്ലൈമാക്സ് കണ്ടിട്ട് ബീഫ് കഴിക്കുന്ന നിർത്തിയൊരു കൂട്ടുകാരൻ വരെ എനിക്കുണ്ട്. കാരണം അത്ര ഇമ്പാക്റ്റായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് ഉണ്ടായിരുന്നത്. റീസെൻ്റായിട്ട് ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയാലും വളരെ മികച്ചൊരു പോലീസ് സ്റ്റോറിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള സിനിമകളിൽ വന്ന 5ാമത്തെ സിനിമ, അദ്ദേഹം സ്വന്തമായിട്ട് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത 2ാമത്തെ അദ്ദേഹത്തിൻ്റെ സിനിമയായ റോന്ത് എന്ന സിനിമ ഇന്നലെ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചു. സിനിമ ഇന്നലെ തന്നെ ഞാൻ കണ്ടു. കുറേ കാലമായിട്ട് റിലീസ് ചെയ്ത സമയം മുതൽ കാണണം എന്ന് വിചാരിച്ചതാണ്. ഇവിടെ എനിക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള അവസരം എനിക്കുണ്ടായില്ല. അതുകൊണ്ട് OTTയിൽ വന്നപ്പോൾ അന്ന് തന്നെ സിനിമ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടതിന് ശേഷം ഞാൻ ആലോചിച്ചു, ഞാൻ എന്തിനാണ് ഈ സിനിമ കണ്ടതെന്നുള്ളത്. നല്ലൊരു മൂഡിലിരുന്ന് എന്നെ ഭയങ്കരമായിട്ടൊരു ഹോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ചിന്തിപ്പിക്കുകയും ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്ത ഒരു സിനിമയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. സിനിമ മോശം എന്നല്ല ഞാൻ ഈ പറയുന്നത്. അത്രമാത്രം കിടിലം ഒരു സ്ക്രിപ്റ്റാണ്, അത്രമാത്രം കിടിലമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്, അത്രമാത്രം കിടിലമായിട്ടാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സായിട്ടുള്ള 2 പേര് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ദിലീഷ് പോത്തനും അതുപോലെ റോഷൻ മാത്യൂസും കിടിലം ആക്ടേഴ്സാണ് 2 പേരും. റോഷൻ മാത്യു പിച്ചവെച്ച് വരുന്ന ഒരു മികച്ച നടനാണ്. ദിലീഷ് പോത്തനാണെങ്കിലോ ഒരു സംവിധായക കുപ്പായവും അണിഞ്ഞ് നായകനായിട്ടും എല്ലാം വളരെ നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ ആക്ടറാണ് ദിലീഷ് പോത്തൻ. ഈ ഒരു സിനിമയിലും കാണിക്കുന്നത് അതുതന്നെയാണ്. കാരണം 2 എക്സ്ട്രീം ലെവലിലുള്ള 2 പോലീസുകാർ. ഒരാൾ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് അധിക സമയമായിട്ടില്ല, മറ്റേയാൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്, പോലീസിങ്ങിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്, പല തസ്തികകളിൽ ഇരുന്നിട്ടുണ്ട്, അത്തരത്തിലുള്ളൊരു പോലീസുകാരൻ. ഇവർ 2 പേരും ഒരു നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങുമ്പോൾ ഒരു രാത്രി സംഭവിക്കുന്ന പല സംഭവങ്ങളും അതിനോടനുബന്ധിച്ച് അവരുടെ ലൈഫിലുണ്ടാകുന്ന ചില കാര്യങ്ങളുമാണ് ഈ ഒരു സിനിമ പറയുന്നത്.
കിടിലം തിരക്കഥ. അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. ഷാഹി കപൂർ ഒരു പോലീസുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പോലീസിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കഥകളാണ് അദ്ദേഹം എഴുതാറുള്ളത്. അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കൂട്ടിണക്കിയാണ് അദ്ദേഹം ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് 2 പേര് ഒരു രാത്രി സംഭവിക്കുന്ന, അദ്ദേഹം ഒരു നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന കോളുകളും അവർ അറ്റൻഡ് ചെയ്യുന്ന കേസുകളും അതിനുശേഷം അവരുടെ ലൈഫിലുണ്ടാകുന്ന സംഭവങ്ങളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് വളരെ മനോഹരമായിട്ട് സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും 2 പേരുടെയും ലൈഫിലൂടെ അത്രമാത്രം ഡീറ്റെയിലിങ്ങിലൂടെ അത്രമാത്രം അവരുടെ ഇമോഷൻസ് കൺവേ ചെയ്യാനും ആ ഒരു ഇമോഷൻസ് നമ്മളെ വളരെ മനോഹരമായിട്ട് ടച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. വളരെ കിടിലൻ സ്ക്രിപ്റ്റ്. എനിക്ക് ഒന്നും പറയാനില്ല. സിനിമ കണ്ടതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം അനങ്ങാതിരുന്നു പോയി. അത്രയ്ക്ക് കിടിലമായിരുന്നു സ്ക്രിപ്റ്റ്. ഇതിൻ്റെ ക്ലൈമാക്സ് കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടപ്പോൾ പെട്ടെന്ന് എന്തോ കൊണ്ടുവന്ന് നിർത്തിയതുപോലൊരു ഫീൽ എനിക്ക് വന്നു. പക്ഷേ വളരെ വളരെ കൺവിൻസിങ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു ഇതിൻ്റെ ക്ലൈമാക്സ്. ആ ക്ലൈമാക്സ് പോർഷനിൽ തന്നെ ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസുകാരനും അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളും തമ്മിലുള്ള ഡിഫറൻസും എല്ലാം അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെയും അവരുടെ ഇമോഷൻസിൻ്റെയും എല്ലാം ഡിഫറൻസും വളരെ മനോഹരമായിട്ട് ഈ ഒരു സിനിമയുടെ അവസാനം കൺവേ ചെയ്യുന്നുണ്ട്. റോഷൻ മാത്യു എന്ന് പറയുന്നത് നാടക ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയം പറയാതിരിക്കാൻ പറ്റത്തില്ല. പല സിനിമകളിലും അദ്ദേഹം കിടിലമായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഒരു നായകനെന്നോ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടേഴ്സ് ഒന്നും നോക്കാതെ വളരെ മികച്ച ക്യാരക്ടേഴ്സ് മാത്രം എടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഒരുപാട് ഉയരത്തിൽ അദ്ദേഹം പോകുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ദിലീഷ് പോത്തനെ പിന്നെ പറയേണ്ട കാര്യമില്ല. ഇവർ 2 പേരുമാണ് ഈ ഒരു സിനിമയുടെ പ്രധാന ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. എന്തായാലും തകർത്തു, ഒരു രക്ഷയില്ല. ഇതിന് സംവിധാനം ചെയ്തിരിക്കുന്നത് ഷാഹി കപൂർ തന്നെയാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ 2ാമത്തെ സംവിധാന സംരംഭമാണ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിനീത് ജെയിനും രതീഷ് അമ്പാട്ടും രഞ്ജിത്ത് TVM ജോജോ ജോസും ചേർന്നിട്ടാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി മനീഷ് മാധവനാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് പ്രവീൺ മംഗലത്ത്. അതുപോലെ മ്യൂസിക് അനിൽ ജോൺസൺ. ജംഗ്ലി പിക്ചേഴ്സാണ് സിനിമ പ്രൊഡക്ഷൻ ബാനർ എന്ന് പറയുന്നത് ജംഗ്ലി പിക്ചേഴ്സാണ്. പിന്നെ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഫെസ്റ്റിവൽ സിനിമാസ്. എന്തായാലും എന്താ പറയുക, നിങ്ങൾക്ക് സിനിമ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഒരു കാരണവശാലും സിനിമ മിസ് ചെയ്യരുത്. പക്ഷേ ആ ഒരു മൂഡിലിരുന്ന് സിനിമ കാണണം. സത്യം പറഞ്ഞാൽ ഇനി എന്താ പറയുക, ഒരു നല്ല മൂഡോ അല്ലെങ്കിൽ ആ ഒരു മൂഡ് ഉണ്ടാക്കിയിട്ട് വേണ്ടി മാത്രമേ ഞാനിരുന്ന് ഷാഹി കപൂർ തിരക്കഥ എഴുതുന്ന സിനിമ കാണുള്ളൂ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം അത്രമാത്രം ടച്ച് ചെയ്യിക്കാനായിട്ട് എനിക്ക് ഈ ഒരു സിനിമ എന്നെ അത്രമാത്രം ടച്ച് ചെയ്തു. എനിക്ക് ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ടു ടെൽ. അതൊക്കെ ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോകുമ്പോൾ ഐ ഡോണ്ട് നോ എന്താണ് സംഭവിക്കുന്നത്. ഞാൻ ഒട്ടും ഒന്നും പ്രിപ്പയർഡ് അല്ലാതാണ് ഞാൻ ഈ ഒരു സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്ക്. വളരെ മനോഹരമായ സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യു ആർ സോ ഗ്രേറ്റ്. കിടിലൻ തിരക്കഥ, കിടിലൻ സംവിധാനം. അപ്പം എന്തായാലും മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.